റിലാക്സ് 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 റിലാക്സ്. സിസ്റ്റർ, യെസ് ഡോക്ടർ. അടിച്ചവന്റെ പാല് ഞാൻ മുറിച്ച് കളഞ്ഞു. സൈക്കാട്രിസ്റ്റ് പഠിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ കൊണ്ട് കളയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഓ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഞാൻ സാറിനെ കാണാൻ. ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ലല്ലോ. എന്തേലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോഴെന്താണ് താങ്കളുടെ പ്രശ്നം? അല്ല സാർ, അത് എപ്പോഴും ഇല്ല സാർ, അത് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് എനിക്കത് അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അതങ്ങനെ മാറുകയും ചെയ്യും ഡോക്ടർ. പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനം. സാർ, അത് ഇരിക്കാനുള്ള ഇരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കൂ. ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കാന്നുള്ളതിന്റെ ഉത്തരവാദിത്തം. ഒന്നും പേടിക്കാനില്ല. റിലാക്സ് ചെയ്യൂ, റിലാക്സ് ചെയ്യൂ. ഇതാണ് ഈ മസിൽ പിടിച്ചിരിക്കുന്നത്. റിലാക്സ് റിലാക്സ്. പറയടാ കുട്ടാ, എന്താണ് നിന്റെ പ്രശ്നം? പറയൂ, പറയടാ. എന്താ നിന്റെ പ്രശ്നം? എന്താണെന്ന് പറ. എന്താടാ എന്റെ പ്രശ്നം സോറി സാർ. സാർ, ഇതാണ് സാർ എൻ്റെ. അതെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഡോക്ടർ. സോറി പ്ലീസ്, എനിക്ക് അറിയാതെ പറ്റിപ്പോയാണ് ഡോക്ടർ. ഇത് ഒന്ന് ഒഴിവാക്കി തരണം ഡോക്ടർ. നിന്നെ എങ്ങനെ ഞാൻ ഒഴിവാക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മരുന്ന് തരണം ഡോക്ടർ. സിസ്റ്റർ, അകന്നു മതി. സിസ്റ്റർ, ഇവനെ കൊണ്ട് കിടത്തി ഒരു ട്രിപ്പ് കൊടുക്ക ഡോക്ടർ. അതിൽ ഒരു ചേഞ്ച് വരുത്താം. ഈ ട്രിപ്പ് പോയതിനു ശേഷം കിടന്നാൽ പോരെ ഡോക്ടർ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ഇയാൾ എവിടെ ട്രിപ്പിന് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഊട്ടിയാണ് സാർ. എനിക്ക് അത്യാവശ്യം ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് സാർ ഊട്ടിയില്. അതെ. നീ പെട്ടെന്ന് വരണ്ട, അവിടെ ഒരാഴ്ച റിലാക്സ് ചെയ്ത് താമസിച്ച് അടിച്ച് പൊളിച്ചിട്ടൊക്കെ വന്നു. തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ഓ കേട്ടാ? ഞാൻ നമ്പർ തരാം. നമുക്ക് ഒരാഴ്ച തിരിച്ചേക്ക്. എവിടെ നോക്കണം സാറിന്? കുനിഞ്ഞേക്കടാ, കുനിഞ്ഞ നിക്കടാ. ഇങ്ങനെയാണോ സുലഭ? ഇത് ഊട്ടിയല്ല, ഇത് മൂലമറ്റല്ലേ സാറ്? മൂലമറ്റം, നിന്റെ മൂലമറ്റം നിന്നെ നല്ല പവർ കയറുന്നുണ്ടോ? ഓ, അതാ മൂലമറ്റത്തെ പ്രത്യേകത. മനസ്സിലായില്ലേ? പോടാ. അപ്പോ ഞാൻ പോടാ അവിടുന്ന് ഇറങ്ങി. എന്നെ ഇടാന്നു? അയ്യോ, ഡോക്ടറിനല്ലേ വിളിച്ച. എടാ 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 ഇതാര്? എടാ എടാ, അലമ്പുണ്ടാക്കല്ലേ, അലമ്പുണ്ടാക്കല്ലേ. ഇതൊക്കെ എപ്പോ എടുത്ത് ചെറുക്കൻ? എന്താണ് പ്രശ്നം? അവന് ഇച്ചിരി കുസൃതിയാ ഡോക്ടറെ, അതുകൊണ്ട്. അയ്യോ, അതൊക്കെ കൊണ്ടുപോടാ. അയ്യോ, ഇത് കുട്ടികളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. അവരല്ലേ ഈ പ്രായത്തിലല്ലേ അവർക്ക് കളിക്കാൻ പറ്റൂ. അതെനിക്ക് തരൂ മോനെ. അത് മോനുള്ളതല്ല, അങ്കിളിന്റെ ആണ്. എന്താണ് പ്രശ്നം പറയൂ. ഇത് ഭയങ്കര വികൃതിയാണ്. ഭയങ്കര വികൃതിയാണ്. ഭയങ്കര വികൃതി, ഒരു രക്ഷയില്ല. എന്താ കഴിച്ചു കുഞ്ഞ്? നേരം വെളുത്തിട്ട് ഒരു ഗ്ലാസ് പാല് പോലും കുടിച്ചിട്ടില്ല. ഞാൻ പാലുമായിട്ട് പുറകെ ഓടുമായിരുന്നു. ഒന്നും കഴിച്ചില്ലേ? കൊടുക്കൂ. അങ്ങനെ പറയല്ലേ, കുട്ടികളല്ലേ, അവർക്ക് ഇപ്പം കുസൃതിയൊക്കെ ഉള്ള സമയമല്ലേ. കുഞ്ഞു കുടിക്കും, പാല് കുടിക്കും. ഞാൻ നോക്കട്ടെ. പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ വേണം. ഇങ്ങോട്ട് നോക്ക്, അമ്മേനെ നോക്കിയേ, അമ്മേനെ നോക്കാൻ. പാല് കുടിച്ചില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ വേണങ്ങേ. കുടിച്ചേ. നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കൊച്ചി. അയ്യയ്യ, എന്താ മാഡം ഇങ്ങനെയാണ് പിള്ളേരോട് പെരുമാറുന്നത്? ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെ കുട്ടികൾ പാല് കുടിക്കും? അവർക്ക് അതൊക്കെ അതിലൊക്കെ ഒരു രീതിയുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മോനെ, പാല് കുടിക്കടാ. കുടിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ, കുടിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ. അപ്പൊ ഞാനേ ഈ രണ്ട് രീതിയിലുള്ള ചികിത്സ നടത്തുന്ന ആളാണ്. ഇപ്പൊ സൈക്കാട്രിക് രീതിയിൽ നോക്കിയിട്ട് ഏൽക്കുന്നില്ല. അപ്പൊ നമുക്കിനി മന്ത്രവാദത്തിലൂടെ നോക്കാം. ഓ ശരി. അപ്പൊ നമുക്ക് ആ മന്ത്രവാദത്തിൽ ഒന്ന് പരീക്ഷിക്കാം. നീ വന്ന മോനെ, നീ വന്നടാ. അയ്യോ, എന്താടാ നിനക്ക് പാല് കുടിച്ചാ? പാല് കുടിച്ചിട്ടാ
അയ്യോ വേണ്ട ഡോക്ടറെ. കുടിക്കണം പാല്. മാറി ഞാൻ നിലത്തടിക്കും. കുടിക്കണം. കുടിക്കണം പാല് കുടിക്കണം. ആഹാ വിളച്ചെടുക്കുന്നു. മതി ഡോക്ടറെ മതി. മതി മതി മതി. അവന് മാക്കാന്ന് ഇപ്പൊ പാല് കുടിക്കുന്നുണ്ടല്ലേ? കുഞ്ഞെ പപ്പയുടെ കൂടെ കാറിൽ പോയിരുന്നോ? സക്സസ്. സൈക്കാട്രിസ്റ്റ് എന്ന രീതിയിൽ അതുകൊണ്ട് ഞാൻ മന്ത്രവാദം ആ രീതിയിൽ ഞാൻ 2 രീതിയിൽ ചികിത്സ നടത്തുന്ന ആളാണ്. പക്ഷെ എന്നാലും അങ്ങനെ അടിക്കണ്ടായിരുന്നു ഡോക്ടറെ. അതെന്നാലും മര്യാദ പഠിക്കൂ. അവൻ ദേഹത്ത് ഏതോ ബാധയായിരുന്നു, അത് ഒഴിഞ്ഞു പോയി. അത് കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതാണ് ഡോക്ടർ എന്റെ പ്രശ്നം. ഇരുന്നോട്ടെ. ഇരുന്നോളൂ. അങ്ങനെ ടെൻഷൻ അടിക്കരുത്. എപ്പോഴും റിലാക്സ് ആയിട്ട് നെഗറ്റീവ് ചിന്തിക്കരുത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നറിയോ? നിങ്ങൾ പ്രഷർ വേരിയേഷൻ ഉണ്ട്. ഉണ്ടാവും. വേറെ ഒന്നുമില്ല, നിസ്സാര കേസാണ്. അപ്പൊ നമുക്ക് ബിപിയുടെ ഒരു ഗുളിക കഴിക്കുമ്പോ ഇത് മാറുന്ന കേസാണ്. സിസ്റ്റർ ബിപിയുടെ ഒരു ഗുളിക എടുത്തോളൂ. പറയൂ ഡോക്ടറെ. ഇപ്പൊ എന്റെ കാര്യം, വീട്ടുകാരുടെ കാര്യം, കുഞ്ഞിന്റെ കാര്യം മാത്രം ഓർത്തിട്ടല്ല എനിക്ക് ടെൻഷൻ. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ടെൻഷൻ ഇപ്പൊ തന്നെ എനിക്ക് ഡോക്ടറിനെ ഒരു പരിചയമില്ല. ഇന്നല്ലേ ഞാൻ ഡോക്ടറെ കാണുന്നത്. അതെ. പക്ഷെ എനിക്ക് ഡോക്ടറെ കാര്യം ഓർത്തിട്ട് ടെൻഷനാ. എന്ത് കാര്യം ഓർത്തിക്കാനാണ്? ഇത്ര വലിയൊരു ഹോസ്പിറ്റലിൽ കെട്ടി. അതെന്റെ അധ്വാനമാണ്. അവിടെ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കേസ് എന്താണ്? പക്ഷെ അപ്പൊ എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ടാവും? ലോണൊക്കെ നമുക്ക് രോഗികൾ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കത് അടച്ചു തീരാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് കാരണം എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കേസ്. കാശൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പൊ മനുഷ്യരുടെ കാര്യമല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ അങ്ങനെയല്ലേ. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ഡോക്ടറിന്റെ ഈ ഒരു വശം തളർന്നു പോയെന്നിരിക്കട്ടെ, ഡോക്ടറിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുക. എന്ത് ചെയ്യും? ആര് പറഞ്ഞതൊക്കെ? അല്ലേ ടെൻഷൻ. ഞാൻ ഇങ്ങനെ ചിന്തിക്കും. സത്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കും. എനിക്ക് അങ്ങനെ സംഭവിക്കില്ലല്ലോ. അല്ല അങ്ങനെ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞാ ഈ ലോണൊക്കെ പിന്നെ ആരടയ്ക്കും? ഞാൻ അടയ്ക്കും. എങ്ങനെ അടയ്ക്കും? ഡോക്ടർ കിടപ്പല്ലേ? ഞാൻ കിടപ്പിലാണോ? ആ പിന്നെ ഡോക്ടറെ കൊണ്ട് വീട്ടുകാരും അച്ഛനും അമ്മയും ഇങ്ങനെ എത്ര ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കണം. എന്റെ പിള്ളേരെ ആര് പഠിപ്പിക്കും? അതെ, പിള്ളേരെയൊക്കെ പഠിപ്പിക്കണ്ടേ? എന്റെ ഭാര്യ. പിന്നെ ആ സമയത്തിന് ഡോക്ടറുടെ ഭാര്യ ഇവിടുത്തെ കമ്പൗണ്ടറുമായിട്ട് വല്ല ഒളിച്ചോടി പോയാലോ? എനിക്കിതൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനാണ് ഡോക്ടർ. കണ്ണിലെന്തോ ഒരു ഇരുട്ട് കയറുന്ന പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടോ? എനിക്ക് നല്ല പോലെ ഇരുട്ട് കയറും. കൈക്കും കാലിന് വിറവലുണ്ടോ? ചെറുതായിട്ട് ഉണ്ട്. ഇത് തന്നെ ഡോക്ടർ എന്റെ ഒരു അവസ്ഥ. വിയർക്കുന്നുണ്ടോ? എന്നെ നല്ല പോലെ വെട്ടി വിയർക്കുന്നുണ്ട്. ഒരു ശക്തിയില്ല എനിക്ക്. ശക്തി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. മാഡം ബി പിക്കുള്ള അവർക്കല്ല, എന്താണെങ്കിലും എടുത്തു. ഞാനൊരു അല്പനേരം ഒന്ന് കിടന്നോട്ടെ. ഞാൻ പോയിക്കോട്ടെ ഡോക്ടറെ. എനിക്ക് പോകാൻ ഇവിടെ ചുമ്മാ ഉറക്കത്തിലായിരിക്കും. ചെറുതായിട്ടൊന്ന് മയങ്ങി. ഞങ്ങൾക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ 2 പേരല്ലേ? ഉണ്ട്. ഡിസ്കസ് ചെയ്തോളൂ. അതിന് എന്നെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ഒരുപാട് തിരക്കിലാണ്. അല്ല സാർ, അതല്ല. പിന്നെ എന്റെ അനിയൻ, അവൻ ചെറുപ്പകാലം തൊട്ട് ക്രിക്കറ്റ് കണ്ട് ഭ്രാന്ത് പിടിച്ച് അവന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. സച്ചിനോടുള്ള ഇഷ്ടം കാരണം അവൻ ഇങ്ങനെ ക്രിക്കറ്റ് തന്നെ കണ്ട് അവൻ ഇപ്പം ക്രിക്കറ്റ് ഒരു ഭ്രാന്താണ്. അപ്പൊ സാർ അവന്റെ ആ ഭ്രാന്ത് ഒന്ന് മാറ്റി തരണം. മാറ്റിയെടുക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. സാബുവേ, സാബു. ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ. സാബു എന്ന് വിളിച്ചാൽ വരത്തില്ല. പിന്നെ സച്ചിൻ. സർ ഇതാണ് സാർ പ്രശ്നം. അപ്പൊ സാർ എങ്ങനെയെങ്കിലും എന്റെ ഈ അസുഖം ഒന്ന് മാറ്റി തരണം. അത് നമുക്ക് ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. അതായത് ഇവന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? എന്താണ് സാർ? സത്യത്തിൽ ഞാൻ പറയാം. സത്യത്തിൽ ഇവൻ ഇപ്പോഴും സച്ചിനായിട്ടാണ് നടക്കുന്നത്. അതെ 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 സാർ. അതായത് സച്ചിൻ വിരമിച്ച വിവരം പോലും ഇവൻ അറിഞ്ഞിട്ടില്ല സാർ. അതിനുണ്ട് ഇവന് ഭ്രാന്തായി. അതെ അതെ അതെ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്നു. ഒരു ക്രിക്കറ്റ് കളിയുടെ ആംബിയൻസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ചെയ്ത് നമ്മൾ അവിടെ ഒരു ഗെയിം
പ്ലാൻ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യുന്നത് ആ കളിയിൽ സച്ചിൻ ഔട്ടായി എന്ന് അവൻ മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ ഉപബോധ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇവന്റെ സച്ചിൻ താനെ ആ ശരീരത്തിൽ നിന്ന് മാറിക്കോളും. കളിയിൽ ഇവനെ ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു. ഔട്ടാക്കേണ്ട നിങ്ങളുടെ ഉത്തരവ്. ഔട്ടാക്കണം. ഓക്കേ, അപ്പൊ നമുക്ക് കളി തുടങ്ങാം. സാറേ അങ്ങനെയാണെങ്കിൽ ഞാൻ ബൗൾ ചെയ്യാം. ഞാൻ ഫീൽഡ് ചെയ്യട്ടെ. ഞാൻ അമ്പയർ. സാർ അമ്പയർ. അപ്പൊ ഓക്കെ സച്ചിൻ എന്നെ ഔട്ടാക്കാൻ പോകണ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരും ഔട്ടാക്കിയിട്ടില്ല. ഞാൻ ഔട്ടാവത്തില്ല. പക്ഷെ ഈ കളിയിൽ ഔട്ടാകും. ഞാൻ കാണാം. എന്നാ കാണാം. എന്താ ബൗളി? ഞാൻ ബൗൾ ചെയ്യാം. ബൗളി. പ്രവീണേ, ഓക്കേ. നീ ഫീൽഡ് ചെയ്തോ. ഓക്കെ. ഈ മാട്ട കളിക്കാണ് എന്നെ വിളിച്ചത്. ഞാൻ ഇതെല്ലാം അടിച്ചു. എവിടെ ഒരു അല്പസമയത്തേക്ക് ഒന്ന് ചിയർ ഗേൾസ് ആകണം. ഓക്കെ കേട്ടോ. കളി ഞാൻ പറഞ്ഞില്ലേ എന്നെ ഔട്ടാക്കാൻ പറ്റത്തില്ല. വെട്ടുപിടി. നിന്നെ അടുത്ത ബോൾ ഞാൻ ഔട്ടാക്കിയിരിക്കും, ഉറപ്പാണ്. കമാൺ മാൻ. ഓക്കെ സാർ, ഔട്ടാക്കണം. എളുപ്പം എളുപ്പം. സച്ചിൻ ഔട്ട്. ഇല്ല ഔട്ടല്ല. എന്നെ ഔട്ടാക്കാൻ ഞാൻ കറക്റ്റ് ഗ്രീസിൽ കയറി. ഇല്ല, സച്ചിൻ ഔട്ട്. എന്താ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തേടം പേരിനെ ഏൽപ്പിക്കാം. അതെ, പിന്നെ ഞാൻ വിശ്വസിക്കണം. ഞാൻ ഔട്ടല്ല. ഞാൻ കറക്റ്റ് കയറി. ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. അല്ല, തേടം പേരിനെ ഏൽപ്പിക്കാൻ മാത്രം കളി നടക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഞാൻ തീടും. സാറിന്റെ ഹോസ്പിറ്റലിൽ കത്തിച്ചോ. തേടംപേരാണോ? തേടംപേരിനെ വിട്ടു. തേടംപേരിനെ വിട്ടു. ഓക്കെ. ആഹാ. ഞാൻ സമ്മതിക്കില്ല. ഔട്ടല്ല. ക്ലിയർ അല്ല. ഔട്ടല്ല. ഞാൻ ഒരിക്കലും സച്ചിൻ ഔട്ടാവില്ല ഒരിക്കലും. എന്താ സാർ? അപ്പം ആ പരിപാടി നമ്മുടെ പൊളിഞ്ഞിരിക്കും. ചീറ്റി. അപ്പൊ നമുക്ക് ഇനി അടുത്ത വഴി നമുക്ക് നോക്കാം. വേറെ വഴിയുണ്ടോ? പിന്നെ സാർ എങ്ങനെയെങ്കിലും അവന്റെ ശരീരത്തെ സച്ചിനെ ഒന്ന് ഒഴിവാക്കി. ഞാൻ വെറും ഒരു സൈക്കാട്രിസ്റ്റ് മാത്രമല്ല, പിന്നെ ഞാൻ ഒരു മന്ത്രവാദി കൂടിയാണ്. മന്ത്രമെങ്കിൽ മന്ത്രം സാർ, ദൈവം ഇത് എങ്ങനെയെങ്കിലും അവന്റെ ശരീരത്തെ ഒന്ന് ഒഴിവാക്കി. ഓക്കെ, ധൈര്യമായിട്ടിരിക്കൂ. സച്ചിൻ കൊള്ളാം, നന്നായിട്ട് അതെ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എപ്പോഴും എന്നെ ഔട്ടാക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത ബോൾ ചെയ്യും. സെഞ്ചുറി അടിക്കണം. ഉറപ്പായിട്ടും ഡബിൾ സെഞ്ചുറി അടിക്കും ഞാൻ. കമാൺ. കിഴങ്ങ് പോലേക്കാതെ എറിയാൻ പോകും. ഇപ്പൊ അറിയാം. താങ്ക് യു സാർ. തിരിച്ചു വരൂ. താങ്ക് യു. എന്തിന്? എന്തിന്? സാർ അങ്ങോട്ട് നോക്കിക്കേ. അങ്ങോട്ട് നോക്ക്. സാറിന്റെ മന്ത്രം ഏറ്റു. എന്റെ കിണറ്റിന് പച്ചവെള്ളത്തിന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു. സംഭവിച്ചു. സാബു, നിന്റെ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു. നാളെ തൊട്ട് പണിക്കൊക്കെ പോകാൻ നോക്കണം കേട്ടോ. ആര്? സാബു ആര്? സാബു ആര്? ഞാൻ സച്ചിനല്ലേ? എടാ, നീ സാബുവാണ്. ഞാൻ സച്ചിനല്ലേ? നീ സച്ചിനായിരുന്നു. സച്ചിൻ ഒഴിഞ്ഞു പോയി. ആര് പറഞ്ഞു? ഞാൻ സച്ചിനാണ്. എടാ, നീ ഇപ്പൊ സച്ചിനല്ല, നീ ഞങ്ങളുടെ പഴയ സാബുവാണ്. നീ അല്ല ഈ സാധനം എല്ലാം എടുത്തെറിഞ്ഞിട്ട് മര്യാദ ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ മന്ത്രശക്തിയാൽ നീ നിന്റെ പാടും പിന്നെ ഗ്ലൗസും എല്ലാം ഊരിക്കളഞ്ഞ ബാറ്റ് ഉപേക്ഷിച്ചില്ലേ? ഇത് ഉപേക്ഷിച്ചല്ല. പിന്നെ എന്റെ ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നുണ്ടാ. ഗ്രൗണ്ടിൽ അനൗൺസ്മെന്റ് കേട്ടാ. മഴ കാരണം കളി മാറ്റി വെച്ചെന്ന്. ഇനിയിപ്പൊ എന്നാ ചെയ്യും? ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? എന്റെ സൈക്കാട്രിയും മന്ത്രവാദവും ഫലിക്കാത്ത സ്ഥിതിക്ക് ഇവനെ നേരെ ഊളംപാറയ്ക്ക് കൊണ്ടുവെക്കും. അതെന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന്? ഇവന് മുഴുത്ത ഭ്രാന്താണ്.